സ്റ്റേഷന്റെ പരിസരത്ത് പൊങ്കാല ഇടുന്നവർക്കായിട്ട് നിരവധി സന്നദ്ധ സംഘടനകളും പോലീസും ഫയർഫോഴ്സും ഒക്കെ സേവനത്തിനായി അവർക്ക് സഹായത്തിനായി ഉണ്ട് എന്നുള്ളതാണ് അനൗൺസ്മെന്റ്. കൃത്യമായിട്ട് കുടിവെള്ള വിതരണം നടക്കുന്നുണ്ട്, ശീതളപാനീയ വിതരണം നടക്കുന്നു, നമുക്ക് കാണാം വലിയ തിരക്കുണ്ട്. ഇനിയിപ്പോ ഇത്തരത്തിൽ ഇത്രയും നേരം ഭക്ഷണം കഴിക്കാതിരുന്നവരാണ് ഇവരെല്ലാവരും ഇനി ഭക്ഷണത്തിലേക്ക് പോകുന്നു. ചോറുണ്ണുന്ന സമയത്തിലേക്കൊക്കെ എത്തിയിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. കാരണം ഇവരൊന്നും രാവിലെ ഭക്ഷണം കഴിച്ചിട്ടില്ല. പൊങ്കാല തിളച്ചു തൂകിയതിനു ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കൂ എന്നൊക്കെയുള്ള വ്രതക്കാരുണ്ട്. വിലപിടിപ്പുള്ള മൊബൈൽ ഫോൺ, വിലപിടിപ്പുള്ള വസ്തുക്കൾ, കൊച്ചുകുട്ടികൾ എന്നിവരെ കൃത്യമായും ശ്രദ്ധയോടുകൂടി സ്റ്റേഷൻ പരിസരത്തേക്ക് നമ്മൾ എത്തുമ്പോൾ ഇവിടെ ഈ ക്ഷേത്രം, ഗണപതി ക്ഷേത്രമുണ്ട്. ഈ ഗണപതി ക്ഷേത്രത്തിലെ ടാക്സി ഡ്രൈവേഴ്സിന്റെ ഒരു യൂണിയൻ ഉണ്ട്, അവരുടെ ഒരു സംഘടനയുണ്ട്. അത് വളരെ ജനകീയമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അവരെ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളവർക്ക്, ഇവിടെ എത്തുന്ന ഭക്തർക്ക്, പൊങ്കാല ഇടാനെത്തുന്ന ഭക്തർക്കായി ഭക്ഷണവും വെള്ളവും അടക്കം നൽകുന്നുണ്ട്. ഇത്തവണയും അത് മുടങ്ങാതെ അവർ നൽകുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. ഇത്തവണ അത് ഓരോ വർഷവും അതിന്റെ അളവ് കൂട്ടി വരുന്നു എന്നുള്ളതാണ്. എല്ലാ വർഷവും ആളുകളുടെ എണ്ണം കൂടി വരുന്നു. അതനുസരിച്ച് അവര് കൊടുക്കുന്ന ആഹാരത്തിന്റെ ക്വാണ്ടിറ്റിയും അളവും കൂട്ടുന്നുണ്ട്. എന്തായാലും ഇപ്പൊ നമ്മളുള്ളത് ഗണപതി ക്ഷേത്ര പരിസരത്താണ്. ഇവിടെ അന്നദാനം നടക്കുന്നു, അത് ആളുകൾ കഴിക്കുന്നു. വാങ്ങിപ്പോകുന്നവരുണ്ട്. അത് നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. രാവിലെ ഭക്ഷണം കഴിക്കാതെ പൊങ്കാല അർപ്പിക്കുന്നതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിന്നവർ ഇപ്പോൾ അവരുടെ പൊങ്കാല കലം തിളച്ചു തൂവിയതോടെ ഇനി ഭക്ഷണം കഴിച്ച് അതിനുശേഷം ബാക്കിയുള്ള ഇനിയുമുണ്ട്, പൊങ്കാലയിൽ ബാക്കി ഇനിയുമുണ്ട് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ. ഇനിയും നിരവധി നിവേദ്യങ്ങൾ അവർക്ക് തയ്യാറാക്കാനായി ഉണ്ട്. നേരത്തെ എല്ലാവരും എല്ലായിടത്തുനിന്നും പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് മണ്ടപ്പുറ്റും തെരളിയപ്പവും ഒക്കെയാണ്. അപ്പൊ അതൊക്കെ ഇനി ഭക്ഷണത്തിന് ശേഷം എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അടുപ്പിലേക്ക് കയറ്റുക മാത്രമാണ് ഇനി ബാക്കിയുള്ള ജോലി. അപ്പോൾ ഓരോരുത്തരും ഓരോ പ്രാർത്ഥനയോടെ വളരെ ഭക്തിപൂർവ്വം പൊങ്കാലയടുപ്പിൽ തീ കൊളുത്തിയ ശേഷം അത് തിളച്ചു തൂവിയ ശേഷം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഭക്ഷണത്തിന് ശേഷമാണ്. ആ ഭക്ഷണവും വെള്ളവും കൃത്യമായി എത്തിക്കാൻ നിരവധി സംഘടനകൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. രണ്ടു വശത്തും ചൂടിന് കുറവുണ്ട് അന്തരീക്ഷത്തിൽ എന്ന് നമ്മൾ പറയുമ്പോഴും ഈ രണ്ടു വശത്തും പുക കാരണം നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഇവിടെയുണ്ട്. പക്ഷെ അതൊക്കെ അവഗണിച്ചുകൊണ്ട് പൊങ്കാല, തങ്ങളുടെ പൊങ്കാലയിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുന്ന അമ്മമാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന് ശേഷം, പൊങ്കാലയ്ക്ക് ശേഷം വേഗത്തിൽ തന്നെ നിവേദ്യം കഴിച്ച് വീടുകളിലേക്ക് മടങ്ങാം. അതിനുള്ള യാത്രാ സൗകര്യമാണ് ഇവിടെ ഈ ഏറ്റവും കൂടുതൽ തമ്പാനൂർ കേന്ദ്രീകരിച്ച് പൊങ്കാല ഇടുന്നവരുടെ ഏറ്റവും വലിയ ചിന്ത. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ സ്ഥലത്ത് തന്നെ പൊങ്കാല ഇടണമെന്ന് അടുത്ത തവണയും ആഗ്രഹിക്കുന്നതും. ഇവിടെ നിന്ന് നേരെ നിവേദ്യം കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത ട്രെയിൻ അല്ലെങ്കിൽ അടുത്ത ബസ് പിടിക്കുക, സുരക്ഷിതമായി വീട്ടിലെത്തുക. വീട്ടിൽ എത്തിക്കഴിഞ്ഞ ശേഷം ഈ ഓരോ പൊങ്കാലക്കലവും ഇടുന്നത് അവരുടെ വീട്ടിലേക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ മാത്രമല്ല, പരിസരത്ത് അയൽവാസികളായവർ, പൊങ്കാലയ്ക്ക് എത്താൻ കഴിയാത്തവർക്കൊക്കെ പ്രസാദം എല്ലാ വീടുകളിലും. ചിലപ്പോൾ അവരും പൊങ്കാല ഇട്ടിട്ടുണ്ടാവും, പക്ഷെ എങ്കിൽ പോലും നമ്മുടെ പൊങ്കാലയുടെ ഒരു ഭാഗം അത് അവർക്ക് കൊടുത്ത് തൃപ്തിയടയുക എന്നൊരു കാര്യം കൂടി പൊങ്കാലയിൽ ബാക്കി നിൽക്കുന്നുണ്ട്. മറ്റൊന്ന് നിവേദ്യത്തിന്റെ കാര്യം. ഇത്രയും സമയം ഇനി കാത്തിരിപ്പാണ്, ഒരു വലിയ കാത്തിരിപ്പ്. 2:30 വരെ ഇനി നോക്കിയിരിക്കുകയാണ് നിവേദ്യത്തിനായി. പൊങ്കാല അർപ്പിച്ച ശേഷം ഒരുപാട് സുഹൃത്തുക്കളെയൊക്കെ കിട്ടുന്ന സമയം അതാണ്. ഇത്രയും നേരം സ്ഥലമില്ലാതെ, പൊങ്കാലയിടാൻ സ്ഥലമില്ലാതെ ഒരുപാട് പേര് ഓടി നടക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ അവരെല്ലാവരും ഇപ്പൊ എവിടെങ്കിലുമൊക്കെ ചെറിയ സ്ഥലങ്ങളിലേക്ക് വരെ അടുപ്പ് നിരത്തി അവിടെ പൊങ്കാലയിട്ട് സംതൃപ്തിയോടെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ അമ്മയിലേക്കൊന്ന് പോവാം.